കാറ്റഗറിയിലെ CBSE പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ പവർ ഷെയറിംഗ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അധികാരം പങ്കുവയ്ക്കൽ എന്നാണ്. പവർ ഷെയർ ചെയ്യുന്നു, അധികാരം പങ്കുവയ്ക്കൽ. എത്നിക് കോമ്പസിഷൻ ഇൻ ബെൽജിയം. ബെൽജിയത്തിലെ സാമൂഹിക ഘടന, അന്നത്തെ വംശീയ ഘടന എന്താണ്? ബെൽജിയം ഈസ് എ സ്മോൾ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്, ഒരു ചെറിയ യൂറോപ്യൻ രാജ്യമാണ് ബെൽജിയം. നമ്മുടെ ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തിന്റെ അത്രത്തോളം വലിപ്പവും ജനസംഖ്യയുമുള്ള ഒരു ചെറു രാജ്യം. ബെൽജിയം ഈസ് എ സ്മോൾ കൺട്രി ഇൻ യൂറോപ്പ്, എ സ്മോൾ യൂറോപ്യൻ കൺട്രി. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ബ്രസൽസ്. ബെൽജിയത്തിന്റെ തലസ്ഥാനം ബ്രസൽസ് ആണ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്തിന്റെ തലസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ നൈബറിംഗ് കൺട്രീസ്, അയൽ രാജ്യങ്ങൾ ഫ്രാൻസ്, നെതർലാൻഡ്സ് ഓർ ഹോളണ്ട്, ജർമ്മനി, ലക്സംബർഗ് എന്നീ 4 രാജ്യങ്ങളാണ് ബെൽജിയത്തിന്റെ നൈബറിംഗ് കൺട്രീസ്, അയൽ രാജ്യങ്ങൾ. Belgium has boundaries with France, Netherlands or Holland. നെതർലാൻഡ്സിന്റെ മറ്റൊരു പേരാണ് ഹോളണ്ട്, HOLLAND, ഹോളണ്ട്, നോട്ട് പോളണ്ട്, ഹോളണ്ട്. ഫ്രാൻസ്, നെതർലാൻഡ്സ് ഓർ ഹോളണ്ട്, ജർമ്മനി ആൻഡ് ലക്സംബർഗ്. ഈ 4 രാജ്യങ്ങൾ ബെൽജിയത്തിന്റെ അയൽ രാജ്യങ്ങളാണ്, നൈബറിംഗ് കൺട്രീസ് ആണ്. ബെൽജിയത്തിന്റെ ബൗണ്ടറിയിൽ വരുന്ന, അതിർത്തിയിൽ വരുന്ന രാജ്യങ്ങളാണ് 4: ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി ആൻഡ് ലക്സംബർഗ്. ബെൽജിയത്തിലെ വംശീയ ഘടന, എത്നിക് കോമ്പോസിഷൻ. The ethnic composition in Belgium is very complex. ബെൽജിയത്തിലെ വംശീയ ഘടന വളരെ സങ്കീർണമാണ്. പല വംശങ്ങളിലും പല ഭാഷകൾ സംസാരിക്കുന്നവരും പല വംശങ്ങളിൽപ്പെട്ട ജനങ്ങളുമാണ് ബെൽജിയത്തിൽ അധിവസിക്കുന്നത്, താമസിക്കുന്നത്. The ethnic composition in Belgium is very complex. Of the country's total population, 50% of people lives in Flemish region and speaks Dutch language. Dutch language is the language of Netherlands. നെതർലാൻഡ്സിന്റെ ലാംഗ്വേജ് ആണ് ബെൽജിയത്തിന്റെ അയൽരാജ്യമായ നെതർലാൻഡ്സ്. നെതർലാൻഡ്സിന്റെ മറ്റൊരു പേരാണ് ഹോളണ്ട്. നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ടിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ഡച്ച്. ഈ ഡച്ച് ഭാഷയാണ് ബെൽജിയത്തിലെ 50% ജനങ്ങളും സംസാരിക്കുന്നത്. ബെൽജിയത്തിലെ 50% ജനങ്ങളും അധിവസിക്കുന്നത്, താമസിക്കുന്നത് ഫ്ലമിഷ് റീജിയനിലാണ്, സമ്പന്നമായ സ്ഥലങ്ങളിലാണ്. ഫ്ലമിഷ് റീജിയൻ എന്ന് പറഞ്ഞാൽ റിച്ച് റീജിയൻ, സമ്പന്ന പ്രദേശം. വളരെ സമ്പന്നമായ പ്രദേശത്താണ് 50% ജനങ്ങളും താമസിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ഡച്ച് ലാംഗ്വേജ് ആണ്. ഡച്ച് ഈസ് ദ ലാംഗ്വേജ് ഓഫ് നെതർലാൻഡ്സ്. ബെൽജിയത്തിന്റെ അയൽരാജ്യമായ നെതർലാൻഡിന്റെ ഭാഷയാണ് ഡച്ച്. ബെൽജിയത്തിലെ 50% ജനങ്ങളും ഫ്ലമിഷ് റീജിയനിലാണ് താമസിക്കുന്നത്, സമ്പന്നമായ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവർ സംസാരിക്കുന്നത്, 50% ജനങ്ങളും സംസാരിക്കുന്നത്, ബെൽജിയത്തിലെ ജനസംഖ്യയുടെ 50%, അതായത് പകുതി ജനങ്ങളും സംസാരിക്കുന്നത് ഡച്ച് ഭാഷയാണ്. അനദർ 40%, മറ്റൊരു 40% ജനങ്ങൾ lives in Wallonia region and speak French. മറ്റൊരു 40% ജനങ്ങൾ വലോണിയ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയാണ്. 50% ഫ്ലമിഷ് റീജിയനിൽ താമസിക്കുന്നു, ഡച്ച് ഭാഷ സംസാരിക്കുന്നു. 40% വലോണിയ റീജിയനിൽ താമസിക്കുന്നു, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. Remaining 1% speak German. ബാക്കിയുള്ള 1% ജനങ്ങൾ ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ജർമ്മനിയിലെ ഭാഷയാണ് ജർമ്മൻ ഭാഷയാണ് ബാക്കിയുള്ള 1% ജനങ്ങൾ സംസാരിക്കുന്നത്.
The ethnic composition in Belgium is very complex. ബെൽജിയത്തിന്റെ വംശീയ ഘടന വളരെ സങ്കീർണമാണ്. Of the country's total population, 50% lives in Flemish region and speaks Dutch. Another 40% lives in Wallonia region and speak French. Remaining 1% speak German. ബാക്കിയുള്ള 1% ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. In the capital city, ബെൽജിയത്തിന്റെ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ, in the capital city Brussels, 80% speaks French. എന്നാൽ തലസ്ഥാന നഗരിയിൽ രാജ്യത്തിൽ മൊത്തത്തിൽ 50% ഫ്രഞ്ച് ഡച്ച് ഭാഷ സംസാരിക്കുന്നു, 40% ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. രാജ്യത്തിൽ ഡച്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. എന്നാൽ തലസ്ഥാന നഗരമായ ബെൽജിയത്തിന്റെ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ, ക്യാപിറ്റൽ സിറ്റിയിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. In the capital city Brussels, 80% speaks French. 80% ജനങ്ങളും തലസ്ഥാന നഗരമായ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ 80% ഫ്രഞ്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. രാജ്യത്തിൽ 50% ഡച്ച് ഭാഷ സംസാരിക്കുന്നു, 40% ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. എന്നാൽ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ 80% ഫ്രഞ്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടെ ഡച്ച് ഭാഷ സംസാരിക്കുന്നവർ വെറും 20% മാത്രമേ ഉള്ളൂ. In the capital city Brussels, 80% speaks French and 20% speaks Dutch. The Dutch-speaking got benefit of economic development and education later. Dutch speakers, രാജ്യത്തിൽ മൊത്തത്തിൽ ഡച്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. എന്നാൽ തലസ്ഥാന നഗരത്തിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. ഡച്ച് സ്പീക്കേഴ്സിന് സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസവും ലഭിച്ചത് വളരെ താമസിച്ചാണ്. ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് ആദ്യമായി സാമ്പത്തിക പുരോഗതി കൈവരിച്ചതും ആദ്യമായി വിദ്യാഭ്യാസം നേടിയത്. This led to tension between these two language speaking communities. ഇത് ഈ രണ്ട് കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള ടെൻഷന് കാരണമായി, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് കാരണമായി. ഫ്രഞ്ച് സ്പീക്കേഴ്സും ഡച്ച് സ്പീക്കേഴ്സും തമ്മിൽ ടെൻഷൻ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമായത് ഫ്രഞ്ച് സ്പീക്കേഴ്സ്, രാജ്യത്തിൽ മൊത്തത്തിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് മൈനോറിറ്റിയാണ്. എന്നാൽ ക്യാപിറ്റൽ സിറ്റിയായ ബ്രസൽസിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് മജോറിറ്റിയാണ്. ഫ്രഞ്ച് സ്പീക്കേഴ്സ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസവും സാമ്പത്തിക പുരോഗതിയും നേടി. എന്നാൽ ഡച്ച് സ്പീക്കേഴ്സിന് സാമ്പത്തിക പുരോഗതി ഉണ്ടായതും വിദ്യാഭ്യാസം ലഭിച്ചതും വളരെ വൈകിയാണ്. ഇത് ഈ രണ്ട് ലാംഗ്വേജ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസും തമ്മിലുള്ള ടെൻഷന് കാരണമാണ്. This led to the tension between these language speaking communities. Dutch speaking got benefit of economic development and education later. The Dutch speaking community got the benefit of economic development and education later. This led to Dutch speakers economic development education benefit ഉണ്ടായത് വളരെ വൈകിയാണ്. ഇതാണ് ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി, ഫ്രഞ്ച് സ്പീക്കേഴ്സും ഡച്ച് സ്പീക്കേഴ്സും തമ്മിലുള്ള ടെൻഷന് കാരണമായി. ഇതാണ് ബെൽജിയത്തിലെ എത്നിക് കോമ്പോസിഷൻ. ബെൽജിയം ഈസ് എ സ്മോൾ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തിന്റെ അത്രമാത്രം വലിപ്പമുള്ള ഒരു ചെറിയ യൂറോപ്യൻ രാജ്യമാണ് ബെൽജിയം. അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 1 കോടി മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തിലെ ജനസംഖ്യയും 1 കോടിയാണ്. ബെൽജിയത്തിന്റെ അയൽ രാജ്യങ്ങളാണ് ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ് എന്നിവയാണ് ബെൽജിയത്തിന്റെ നെയ്ബറിംഗ് കൺട്രീസ്. The ethnic composition in Belgium is very complex. ബെൽജിയത്തിന്റെ വംശീയ ഘടന വളരെ സങ്കീർണമാണ്. Of the country's total population, 50% lives in Flemish region and speak Dutch language. Another 40% lives in Wallonia region and speak French language. Remaining 1% speak German.
capital city Brussels, 80% speak French and 20% speak Dutch. The Dutch-speaking community got the benefit of economic development and education later. This led to tension between these social groups. Next, Sri Lanka. Sri Lanka is a small island nation. ഒരു ചെറിയ ദ്വീപാണ് ശ്രീലങ്ക. Sri Lanka got independence in 1948, just 1 year after India's independence. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1948 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഒരു ദ്വീപ് രാജ്യമാണ്, ഏഷ്യ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഏകദേശം 2 കോടിയാണ്. ശ്രീലങ്ക ഹാസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ. ശ്രീലങ്കയിലെ ജനസംഖ്യ ഡൈവേഴ്സ് ആണ്, അതായത് പല മതങ്ങളിലും ജാതികളിലും പെട്ട ജനങ്ങൾ ശ്രീലങ്കയിൽ അധിവസിക്കുന്നു. ശ്രീലങ്ക ഹാസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ. Major social groups in Sri Lanka are Sinhala speakers and Tamil speakers. ശ്രീലങ്കയിലെ 2 പ്രധാന സാമൂഹ്യ വിഭാഗങ്ങളാണ് സിംഹള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ സംസാരിക്കുന്നവരും. ശ്രീലങ്കയിലെ ഒരു ഭാഷയുടെ പേരാണ് സിംഹള. Sri-Lanka has a diverse population. The major social groups in Sri Lanka are Sinhala speakers and Tamil speakers. ശ്രീലങ്കയിലെ 2 സാമൂഹിക വിഭാഗങ്ങളാണ് സിംഹള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ സംസാരിക്കുന്നവരും. The Sinhala speakers are about 74%. ശ്രീലങ്കയിലെ ജനസംഖ്യയുടെ 74% ജനങ്ങളും സിംഹള ഭാഷ സംസാരിക്കുന്നവരാണ്. And Tamil speakers are about 18%. 18% തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ്. ശ്രീലങ്കയിലെ ജനസംഖ്യയിൽ 74% സിംഹള ഭാഷ സംസാരിക്കുന്നു, 18% തമിഴ് ഭാഷ സംസാരിക്കുന്നു. തമിഴ് ഭാഷ സംസാരിക്കുന്നവരെ 2 വിഭാഗങ്ങളായി തരംതിരിക്കാം. There are 2 subgroups in Tamil speakers. Tamil speakers ഇടയിൽ 2 ഉപവിഭാഗങ്ങളുണ്ട്. Tamil speakers are divided into 2. Sri Lankan Tamils and Indian Tamils. ശ്രീലങ്കയിലെ തമിഴന്മാരും ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത തമിഴന്മാർ. അങ്ങനെ തമിഴ് സ്പീക്കേഴ്സിനെ 2 സബ് ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. Tamil speakers are divided into 2 subgroups, Sri Lankan Tamils and Indian Tamils. Sri Lankan Tamils are about 13%. Sri Lankan Tamils 13% Sri Lankan Tamils are. So Tamils majority in Sri Lankan Tamils are. Indian Tamils minority. Most of the Sinhala speakers are Buddhists. Sri Lankaiലെ സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. ശ്രീലങ്കയിലെ സിംഹള ഭാഷ ശ്രീലങ്കയിലെ ജനസംഖ്യയിൽ 74% സിംഹള ഭാഷ സംസാരിക്കുന്നവരാണ്. സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമതക്കാരാണ്, ബുദ്ധമത വിശ്വാസികളാണ്. Most of the Sinhala speakers are Buddhists. Most of the Tamils in തമിഴന്മാരിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ഓർ ഹിന്ദുസ്, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ. തമിഴ് ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ. സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളോ. And there are about 7% Christians in Sri Lanka. ശ്രീലങ്കയിൽ 7% ക്രിസ്ത്യൻസ് ഉണ്ട്. ക്രിസ്ത്യൻസ് both speak both Tamil and Sinhala language. ക്രിസ്ത്യൻസ് തമിഴ് ഭാഷയും സംസാരിക്കുന്നു, സിംഹള ഭാഷയും സംസാരിക്കുന്നു. ക്രിസ്ത്യൻസിൽ തമിഴ് ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യൻസും ഉണ്ട്, സിംഹള ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യൻസും ഉണ്ട്. ഇതാണ് ശ്രീലങ്കയിലെ ethnic composition. Sri Lanka
is an island nation. ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക got its independence in 1948. 1948 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ശ്രീലങ്കയിലെ ടോട്ടൽ പോപ്പുലേഷൻ 2 കോടിയാണ്. 2 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക has a diverse population. ശ്രീലങ്കയിലെ ജനസംഖ്യ അവിടുത്തെ ജനസംഖ്യ വളരെ ഡൈവേഴ്സ് ആണ്. വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക ഹാസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ. ശ്രീലങ്കയിലെ ജനസംഖ്യ ഡൈവേഴ്സ് ആണ്, വൈവിധ്യമാർന്ന ജനസംഖ്യയുള്ള രാജ്യമാണ് ശ്രീലങ്ക. The major social groups in ശ്രീലങ്ക. ശ്രീലങ്കയിലെ പ്രധാന സാമൂഹ്യ വിഭാഗങ്ങളാണ് സിംഹള സ്പീക്കേഴ്സ് ആൻഡ് തമിഴ് സ്പീക്കേഴ്സ്. The major social groups in Sri Lanka are Sinhala speakers and Tamil speakers. ശ്രീലങ്കയിലെ പ്രധാന സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്, സാമൂഹ്യ വിഭാഗങ്ങളാണ് സിംഹള സ്പീക്കേഴ്സും തമിഴ് സ്പീക്കേഴ്സും. സിംഹള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ സംസാരിക്കുന്നവരും. സിംഹള സ്പീക്കേഴ്സ് ആർ അബൌട്ട് 74%. സിംഹള ഭാഷ സംസാരിക്കുന്നവർ 74%. And Tamil speakers are about 18%. തമിഴ് ഭാഷ സംസാരിക്കുന്നവർ 18%. There are 2 subgroups in Tamil speakers. There are 2 subgroups in Tamil. തമിഴന്മാരിൽ 2 ഉപവിഭാഗങ്ങളുണ്ട്. 2 subgroups in Tamils are Sri Lankan Tamils and Indian Tamils. 2 subgroups in Tamils are Sri Lankan Tamils and Indian Tamils. Sri Lankan Tamils are about 13%. 13% Sri Lankan Tamils. There are 2 subgroups in Tamils. Sri Lankan Tamils and Indian Tamils. Sri Lankan Tamils are about 13%. Most of the Sinhala speakers in Sri Lanka are Buddhists. ശ്രീലങ്കയിലെ ഭൂരിഭാഗം സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. Most of the Sinhala speakers in Sri Lanka are Buddhists. ശ്രീലങ്കയിലെ സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. ബുദ്ധമത വിശ്വാസികളാണ് ഭൂരിഭാഗവും സിംഹള സ്പീക്കേഴ്സ്. Most of the Sinhala speakers are Buddhists. Most of the Tamil speakers are Hindus or Muslims. എന്നാൽ തമിഴ് ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ. ശ്രീലങ്കയിലെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആണ് തമിഴ് ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗം. സിംഹള ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. തമിഴ് ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആണ്. There are about 7% Christians in Sri Lanka. ശ്രീലങ്കയിൽ 7% ക്രിസ്ത്യാനികളുണ്ട്. There are about 7% Christians in Sri Lanka. Christians speak both Sinhala and Tamil. ക്രിസ്ത്യാനികൾ സിംഹള ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്, തമിഴ് ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. ശ്രീലങ്കയിൽ 7% ജനങ്ങൾ ക്രിസ്തുമത വിശ്വാസികളാണ്. ക്രിസ്തുമത വിശ്വാസികൾ തമിഴ് ഭാഷ സംസാരിക്കുന്നവരുമുണ്ട്, തമിഴ് ഭാഷ സംസാരിക്കുന്ന ക്രിസ്തുമത വിശ്വാസികളുമുണ്ട്, സിംഹള ഭാഷ സംസാരിക്കുന്ന ക്രിസ്തുമത വിശ്വാസികളുമുണ്ട്. ഇതാണ് ശ്രീലങ്കയിലെ ethnic composition. Sri Lanka has a diverse population. The major social groups in Sri Lanka are Sinhala speakers and Tamil speakers. The Sinhala speakers are 74%. Tamil speakers are 18%. There are 2 subgroups in Tamil speakers. Sri Lankan Tamils and Indian Tamils. Sri Lankan Tamils are about 13%. Most of the Sinhala speakers are Buddhists and most of the Tamil speakers are Hindus or Muslims. There are about 7% Christians in Sri Lanka. Christians speak both Tamil and Sinhala.